വെള്ളാപ്പള്ളിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഊതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ കാണിക്കുന്ന പോലെ ഇത്രയും തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ഒരു മനുഷ്യനും ചെയ്യത്തില്ല. അദ്ദേഹത്തിനെ എതിർത്തത് ആകെയുള്ളത് ഈ മലബാറിലുള്ള കോഴിക്കോട് ജില്ലക്കാരനായ ഗോകുലം ഗോപാലേട്ടൻ മാത്രമാണ്. അത്ര സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിനെ എതിർത്തത്. കാരണം ഇയാൾ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൂട് തള്ളിക്കൂട് അല്ലെങ്കിൽ കരിച്ചുകള എന്നാണ്. എൻ്റെ അടുത്ത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കാ വെള്ളാപ്പള്ളി. SNDPയുടെ ഫുൾ ഫോം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ടാണ്. ജനങ്ങൾക്കാണെങ്കിലോ ഈഴവർക്കാണെങ്കിൽ അത് സർവ നരക ദുരിത പണ്ടാരം എന്നാണ്. കൂടെയുള്ള ആൾക്കാർക്കാണ് സോഡ നാരങ്ങവെള്ളം ദാഹത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ അത് പോവുകയാണ്. കുറച്ച് പൈസ കിട്ടുന്നു, അയാൾ 1 കോടി മേടിക്കും, പിരിക്കും, 10 ലക്ഷം രൂപ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ 15 ലക്ഷം കൊടുക്കും. ഇതൊരു ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ കൊണ്ടുപോവുകയാണ്. 10,000 കോടിയിലെ മേലെയാണ് അതിൽ നിന്ന് മൂട്ടിച്ചത്. മകന്റെ ഹിസ്റ്ററി നിങ്ങൾക്കറിയില്ലേ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം എങ്ങനെയാണ് BJP-കാരെ ടാക്കിൾ ചെയ്യുന്നതെന്നും. തപസ്സില്ലാത്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ BJP-നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. RSS-ന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം RSS-ലെ സ്വയം സേവകർ, അതായത് ഇപ്പൊ കാണുന്നതല്ല, ഞാൻ കുറച്ച് മുമ്പുള്ള ആൾക്കാരുടെ കാര്യം പറയാൻ, 2000-ഓളം വരുന്ന സ്വയം സേവകർ അടിയന്തരാവസ്ഥ കാലത്ത്, അതായത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു ഇതുണ്ടായി. അതിലെ വിക്ടിംസ് ആയിട്ടുള്ള 2000-ഓളം വരുന്ന 65, 70, 80 വയസ്സുള്ള ആൾക്കാർ, അതിന്റെ സംഘടനാ ഭാരവാഹികൾ എന്നെ കണ്ടിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അവര് പറയുന്ന വെച്ചാൽ അവർക്ക് മരുന്നില്ല. 750-ഓളം പേരുടെ അവസ്ഥ അതിദാരുണമാണ്. അവർക്ക് മരുന്നില്ല. അടി കിട്ടിയതും അതുപോലെ കുടുംബത്തില് നോക്കാൻ മക്കൾക്ക് കെൽപ്പില്ലാത്തവരുമൊക്കെ. ഈ പറയുന്ന ആൾക്കാര്, ഈ BJP-യുടെ നേതൃത്വവും ഈ പറയുന്ന ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ ഈ BJP-നെ കൺട്രോൾ ചെയ്യുന്നതും ഇവര് പറയുന്ന വാക്കെന്തായിരുന്നു അറിയോ അവരടുത്ത്? ഇത് ത്യാഗമല്ലേന്ന്. എത്ര കോടി രൂപയാണ് ഇവരിവിടുന്ന് ഡീലുകളിലൂടെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ വരുന്ന വഴിക്ക് കൊടകരയിലെ ഒരു വിഷയത്തെപ്പറ്റി എൻ്റെ അടുത്തൊരു മധ്യമ സഹോദരൻ ചോദിച്ചായിരുന്നു. ഇവര് they are stinking rich, you know that? Stinking rich. ഈ പൈസയുടെ ഒരംശം എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ സ്വയം സേവകർക്ക് ജീവിക്കാൻ പറ്റില്ല. RSS-കാർക്ക് എന്തെങ്കിലും യഥാർത്ഥ RSS-ന് വിലയുണ്ടോ? എന്നാൽ നമ്മൾ കാണുന്ന ഒരുതരം ചാണകവും ഗോമൂത്രവും കുടിച്ചു കിടക്കുന്ന സംഖ്യകളെയാണ്. ഒരു കുറിയിട്ട് കയ്യിൽ കുറെ രാഗിയിട്ട് കാവിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹിന്ദുവായി. അവർക്ക് ജയ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും. പ്ലീസ് see, everything is there. ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. I already discussed about my matter and you can ask your question please. Yes.